എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഐസ്ക്രീമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ചക്കയും ചക്കക്കുരുവുമാണല്ലോ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അതിൽ ഓൾ അമർത്തണം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 12 വലിയ ചക്കക്കുരു എടുത്തു. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു 6 വിസിൽ അടിച്ചത് വേവിച്ചെടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചക്കക്കുരു 12 എണ്ണം വലുതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇനി എടുക്കുന്നത് ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഒരു 15 ചക്കക്കുരു വരെ എടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ പുറമേയുള്ള വെളുത്ത തൊലിയെ കളഞ്ഞിട്ടുള്ളൂ. ഈ ബ്രൗൺ കളറിലുള്ള തൊലി കളയുന്നില്ല, കാരണം ഇത് നല്ല ഫൈബർ കണ്ടൻറ്റും വിറ്റമിൻസും ഒക്കെയുള്ള തൊലി ആയതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന അത്രയും കൂടി പഞ്ചസാര ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയോളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ആണെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. കുറച്ച് പാലും കൂടെ ചേർക്കാം. ഇനി പാലല്ലെന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ ഇപ്പോൾ പാലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചക്കക്കുരു അരച്ചെടുക്കാനായിട്ട്. ഇനി പാൽ അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതിയാവും. എനിക്കിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ആ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കരുത്. ഇളക്കി ഇതൊരു ചെറിയൊരു കുറുകിയ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് തിക്കായിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചസാര കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണം. അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്കായുടെ 2 കഷ്ണമോ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലേവർ ഇറങ്ങി കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബീറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലോട്ട് തന്നെയാണ് മാറ്റി കൊടുക്കുന്നത്. 1 മണിക്കൂർ ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്നും എടുത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം എനിക്ക് ഇലക്ട്രിക് ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ഇലക്ട്രിക് ബീറ്ററിലാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നവും ഇല്ല, മിക്സിയുടെ ജാറിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊരു തിക്ക് ആയിട്ട് വരും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചതിന് ശേഷം 2 മണിക്കൂർ കൂടി ഫ്രീസറിലൊന്ന് വെക്കണം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് 2 മണിക്കൂർ കൂടി ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പം 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്തതാണിത്.
ഇനി 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി അടിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ ആ ഒറ്റ അടിയിൽ തന്നെ പിന്നെ ഒരു 8 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഞാൻ ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടാനാണ് രണ്ടാമത് ഒന്നുകൂടി എടുത്തിട്ട് അടിച്ചെടുക്കുന്നത്. മിക്സി മാത്രമേ ഉള്ളെങ്കിൽ മിക്സിയിലായാലും അടിച്ചെടുക്കാം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്ററിലായാലും ചെയ്യാം. അപ്പം ഞാൻ രണ്ടാമതും ബീറ്റർ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഓവർനൈറ്റ് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതൊരു തിക്ക് ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെക്കേണ്ടത്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.